നമസ്കാരം. BJP ഏതു നിയമം കൊണ്ടുവന്നാലും പ്രത്യക്ഷത്തിലല്ലാത്തൊരു ലക്ഷ്യം അതിനുണ്ടാകുമെന്നത് പാർട്ടിക്കാരും ആരാധകരുമൊഴികെ എല്ലാവരുടെയും നിരീക്ഷണമാണ്. ഇലക്ട്രൽ ബോണ്ട്, മതപരിവർത്തന നിരോധന നിയമം, ഗോഹത്യ നിരോധന നിയമം, പ്രതിപക്ഷ അഴിമതി മാത്രം കണ്ടെത്തുന്ന അന്വേഷണ ഏജൻസികളുടെ റെയ്ഡുകൾ, FCRA തുടങ്ങിയതിലെല്ലാം പ്രതിപക്ഷ ന്യൂനപക്ഷ മുക്ത ലക്ഷ്യങ്ങൾ ആരോപിക്കപ്പെടുന്നു. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം സ്ത്രീ സംവരണത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജനാധിപത്യ ഭാവി നിർണ്ണയിക്കുന്ന മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ പോലും കാത്തിരിക്കാതെയുള്ള നീക്കവും സംശയകരമാണ്. BJPക്ക് സ്ത്രീകളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഉടനെ സ്ത്രീ സംവരണം നടപ്പാക്കാം. അതിനുശേഷം ആശങ്കകൾ പരിഹരിച്ച് മണ്ഡല പുനർനിർണയം നടത്തുകയുമാകാം. പക്ഷേ ചെയ്യുന്നില്ല. BJPയാണ് ഇതിന് മറുപടി പറയേണ്ടത്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്നതിനിടെ തലയണയുടെ അടിയിൽ വിഷപ്പാമ്പ്. പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. സഹോദരന്റെ നില അതീവ ഗുരുതരം. പുലിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപമുണ്ടായ സംഭവത്തിൽ ഇൻസൈ അമ്മാളാണ് കൊല്ലപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ KSRTC ബസിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോടാലിയിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റു മരിച്ചു. ആൽജോ ആണ് മരിച്ചത്. ആൽജോയുടെ സഹോദരൻ അനോജിനും പാമ്പുകടിയേറ്റു. അനോജ് അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടികൾ കിടന്ന മുറിയിലെ തലയണയ്ക്കടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തി. ഇന്നലെ രാത്രി 2 മണിയോടെയാണ് 2 കുട്ടികൾക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തലേ ദിവസം ഒരു അവക്കാഡോ ജ്യൂസ് കുടിച്ച ശേഷമായിരുന്നു കുട്ടികൾ കിടന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളടക്കം എല്ലാവരും കരുതിയത് ഭക്ഷ്യവിഷബാധയായിരിക്കാമെന്നാണ്. പിന്നാലെ ചാലക്കുടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടികളെ എത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് പാമ്പ് കടിയേറ്റതാണെന്ന് വ്യക്തമാകുന്നത്. 2 കുട്ടികളുടെയും ശരീരത്തിൽ പാമ്പ് കടിയേറ്റതിന്റെ അടയാളവും കണ്ടെത്തി. ആശുപത്രിയിൽ വെച്ച് തന്നെ ആൽജോ മരിക്കുകയായിരുന്നു. ആൽജോയുടെ ജ്യേഷ്ഠൻ അനോജിനും പാമ്പ് കടിയേറ്റു. അനോജിന്റെ നില ഗുരുതരമാണ്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വീടിനുള്ളിൽ വിശദമായി നടത്തിയ തിരച്ചിലിലാണ് കുട്ടികൾ കിടന്നിരുന്ന മുറിയിലെ തലയണയ്ക്കടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കുട്ടികളെ കടിച്ചത്. അനോജ് ഗുരുതരാവസ്ഥയിൽ അങ്കമാലിയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മീഡിയ ടൈം, കൊടകര. പുലിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപമുണ്ടായ സംഭവത്തിൽ ഇൻസൈ അമ്മാളാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാവിലെയാണ് പുലി ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഷോളയാർ ഡാമിനടുത്ത് മകനൊപ്പമാണ് ഇൻസൈ അമ്മാൾ താമസിച്ചിരുന്നത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോഴാകാം വയോധികയെ പുലി ആക്രമിച്ചതെന്നാണ് കരുതുന്നത്. പോലീസും വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി മൃതദേഹം വാൽപ്പാറയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ KSRTC ബസിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സ്റ്റോപ്പിൽ ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. ബസിനെ പിന്തുടർന്നെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ മുൻവശത്തെ ഗ്ലാസ് കൈകൊണ്ടടിച്ച് തകർക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ശങ്കരജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ സർക്കുലർ പിൻവലിച്ച് കാലടി സർവകലാശാല. വിവാദമായതോടെയാണ് സർക്കുലർ പിൻവലിച്ചിരിക്കുന്നത്. ശങ്കരജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഗവർണർ എത്തുന്ന പരിപാടിക്ക് കർശന നിർദ്ദേശങ്ങളോടെയായിരുന്നു സർക്കുലർ പുറത്തിറക്കിയത്. പിന്നാലെ വിവാദമാവുകയും ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കുന്ന കാലടി മുഖ്യ ക്യാമ്പസിലെ യൂട്ടിലിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീ ശങ്കര ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന സർക്കുലറുമായി കാലടി സംസ്കൃത സർവകലാശാല. ശ്രീ ശങ്കര ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ എത്തുമ്പോഴും മടങ്ങുമ്പോഴും എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണമെന്നും നിയന്ത്രിതമായി മാത്രമേ കൈയടിക്കാൻ പാടുള്ളൂവെന്നും വിവാദ സർക്കുലറിൽ പറയുന്നു. പ്രസംഗത്തിനിടെ അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കണമെന്നും പ്രസംഗം അവസാനിക്കുമ്പോൾ കൈയടിക്കണമെന്നും ഗവർണർ മടങ്ങും വരെ ആരും ഹാൾ വിട്ട് പുറത്തു പോകരുതെന്നും മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിലാക്കണമെന്നും പ്രത്യേക സർക്കുലറിൽ പരാമർശിക്കുന്നുണ്ട്. അനുവാദമില്ലാതെ ഫോട്ടോയോ വീഡിയോയോ ചിത്രീകരിക്കാൻ പാടില്ല. ഹാളിൽ ഉടനീളം ശാന്തത പാലിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. അനധികൃതമായി വേദിയിലേക്കോ ഗവർണറുടെ അടുത്തേക്കോ പ്രവേശിക്കരുത്.
ഗവർണർ വേദി വിട്ടിറങ്ങിയതിനു ശേഷം തുടർന്നുള്ള പരിപാടികൾക്കും ശേഷം കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പാടുള്ളൂവെന്നും സർക്കുലറിൽ പറയുന്നു. സർക്കുലർ വിവാദമായതോടെ വൈസ് ചാൻസലർ ഇടപെട്ട് പിൻവലിച്ചു. മീഡിയ ടൈം, അങ്കമാലി. തൃശൂർ നഗരത്തെ ഏറ്റവും മികച്ച ശുചിത്വ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തീവ്ര കർമ്മ പദ്ധതിയുമായി കോർപ്പറേഷൻ രംഗത്ത്. മേയറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്കും ശുചിത്വവുമായി ബന്ധപ്പെട്ട പരാതികൾക്കും 24 മണിക്കൂറിനുള്ളിൽ പരിഹാരം കാണുന്നതിനായി കോർപ്പറേഷൻ ആസ്ഥാനത്ത് പ്രത്യേക വാർ റൂം സജ്ജമാക്കും. സ്വച്ഛ് സർവേക്ഷൺ 2026ന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ക്ലീൻ ഇന്ത്യ ഗ്രീൻ ഇന്ത്യ മുദ്രാവാക്യമുയർത്തി 30 വരെ നീളുന്ന സ്വച്ഛതാ പക്വാഡ പദ്ധതിയുടെ ഭാഗമായാണ് തൃശൂരിൽ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ശുചിത്വ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും ജനകീയമാക്കുന്നതിനുമായി മേയറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്കും ശുചിത്വവുമായി ബന്ധപ്പെട്ട പരാതികൾക്കും 24 മണിക്കൂറിനുള്ളിൽ പരിഹാരം കാണുന്നതിനായി കോർപ്പറേഷൻ ആസ്ഥാനത്ത് പ്രത്യേക വാർ റൂം സജ്ജമാക്കും. പരാതികൾ സമർപ്പിക്കുന്നതിനായി മൊബൈൽ ആപ്പ് തയ്യാറാക്കാനും യോഗം തീരുമാനിച്ചു. മാലിന്യ സംസ്കരണത്തിനായി കോർപ്പറേഷനിൽ നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കും. പദ്ധതി നടപ്പാക്കാൻ ഭരണസമിതിക്കൊപ്പം ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മേയർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ, മതസ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, യുവജന ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശുചീകരണ ഡ്രൈവുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സ്വച്ഛ് സർവേക്ഷൺ 2026ന്റെ പുതിയ മാനദണ്ഡങ്ങളെക്കുറിച്ചും നഗരത്തിൽ നടപ്പിലാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ചും രജനീഷ് ക്ലാസ് നയിച്ചു. ഉറവിട മാലിന്യ സംസ്കരണം, പൊതു ഇടങ്ങളുടെ സംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നഗരത്തിൽ ഉടൻ ആരംഭിക്കും. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനാ നേതാക്കൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. കേരളത്തിലെ പറമ്പുകളിൽ ആർക്കും വേണ്ടാതെ പാഴായി പോയിരുന്ന ചക്കയ്ക്ക് ഇപ്പോൾ വിപണിയിൽ പൊന്നും വില. ഓരോ ദിവസവും 100 കണക്കിന് ലോഡ് ചക്കയാണ് കേരളത്തിന്റെ അതിർത്തി കടന്ന് ഉത്തരേന്ത്യയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത്. വിദേശത്തെ ചക്ക ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചതും ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ചക്കയുടെ ഉപയോഗം കൂടിയതുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. ജനുവരി മുതൽ ചക്ക ശേഖരിക്കുന്ന സംഘങ്ങൾ സജീവമാകാറുണ്ട്. മൂപ്പെത്താത്ത ഇടിച്ചക്കയ്ക്കാണ് ഉത്തരേന്ത്യൻ വിപണിയിൽ പ്രിയമേറെ. കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 8 മുതൽ 12 രൂപ വരെ നൽകി ശേഖരിക്കുന്ന ഇടിയൻ ചക്ക മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ കിലോയ്ക്ക് 60 രൂപയായി ഉയരുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കും വൻതോതിൽ ചക്ക കയറ്റുമതി ചെയ്യുന്നുണ്ട്. ചക്കയിൽ നിന്ന് ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ഹൽവ, ജാം തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ വർദ്ധിച്ചതോടെ കൂഴച്ചക്കയ്ക്കും ഇപ്പോൾ ആവശ്യക്കാരുണ്ട്. മുമ്പ് പൾപ്പിനായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന കമ്പനികൾ ഇപ്പോൾ കേരളത്തിലെ പ്രാദേശിക യൂണിറ്റുകളെയാണ് സമീപിക്കുന്നത്. എന്നാൽ ചക്കയ്ക്ക് വില കൂടിയത് ചിപ്സ് നിർമ്മാതാക്കളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. 10 കിലോയുള്ള ചക്കയ്ക്ക് 400 രൂപയിലധികം നൽകേണ്ടി വരുന്നത് ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുന്നതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ചക്ക ഉൽപാദനത്തിന്റെ 45% കേരളത്തിലാണെങ്കിലും ഇതിന്റെ 30% ഇപ്പോഴും പാഴായി പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ. എങ്കിലും ആധുനിക സംസ്കരണ രീതികൾ വ്യാപകമാകുന്നതോടെ കർഷകർക്ക് വരും വർഷങ്ങളിൽ കൂടുതൽ ലാഭം കൊയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്നതിനിടെ തലയണയുടെ അടിയിൽ വിഷപ്പാമ്പ്. പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. സഹോദരന്റെ നില അതീവ ഗുരുതരം. പുലിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപമുണ്ടായ സംഭവത്തിൽ ഇൻസൈ അമ്മാളാണ് കൊല്ലപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ KSRTC ബസിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.